ഹലോ, അങ്ങനെ നമ്മൾ 26 അതായത് ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് ചാപ്റ്റർ ആനന്ദ്മയി കവിതയാണ്. കവിതയുടെ ടൈറ്റിൽ ബാദൽ. അപ്പൊ നമുക്ക് കവിത വായിച്ചു നോക്കിയാലോ. काले काले पानी वाले आसमान में बादल आए, बोलो कैसे आकर छाए. हवा पकड़कर लाती सरसर छाए जैसे काले कंबल, कितने सुंदर लगते बादल. पेड़ों जैसे लगते जैसे चलते घोड़े, बन जाते हाथी के जोड़े. नन्हे जलगन गए बाप बन, उसी बाप ने ढंगन पाई, बादल बरसे बरसा आई. करते गड़गड़ आते चढ़ चढ़ बिजली बादल को चमकाए, अंधियारा में राह दिखाए. मोर मगन मन चून चनन झूम झूम कर नाच दिखाए, खुश हो होकर गाना गाए. बरसे बादल कल कल छल छल, तैर चली कागज की नैया, पूछ उड़ाकर भागी गैया. काले काले पानी वाले आसमान में बादल आए, बोलो कैसे आकर छाए. കാലെ കാലെ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബ്ലാക്ക്, പാനി വാലെ എന്ന് പറഞ്ഞാൽ ഫിൽഡ് വിത്ത് വാട്ടർ, നല്ല വെള്ളം നിറഞ്ഞിട്ടുള്ള. ആസ്മാൻമേ ബാദലായേ, ആകാശത്ത് ക്ലൗഡ്സ് വന്നു. അപ്പൊ ക്ലൗഡ്സിനെ പറ്റിയാണ് ഈ കവിത. ബാദൽ എന്ന് പറഞ്ഞാൽ ക്ലൗഡ്സ്. എന്താ പറയുന്നത്? നല്ല വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള കാലെ ബാദൽ, കാർമേഘങ്ങള് ആകാശത്ത് നിറയെ വന്നിരിക്കുകയാണ്. കേസെ ആക്കർ ചായേ, എങ്ങനെയാണ് അതിങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുന്നത്? ഹവ പക്കഡ്കർ ലാത്തി സർസർ, എങ്ങനെയാണ് അത് വന്നത്? ഹവ, വിൻഡ്, കാറ്റാണ് ഈ മേഘങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന് വിരിച്ചു വെച്ചിരിക്കുന്നത്. ഹവ പക്കഡ്കർ ലാത്തി സർസർ ചായേ ജൈസെ കാലെ കമ്പൽ, കാലെ കമ്പൽ പോലെ. കാലെ കമ്പൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറുള്ള ബ്ലാങ്കറ്റ്സ് പോലെ. ആകാശത്ത് മേഘങ്ങൾ അങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണാൻ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കമ്പിളി വിരിച്ചു വെച്ചതുപോലെ ഉണ്ട്. കിത്നെ സുന്ദർ ലഗ്തേ ബാദൽ, അത് കാണാൻ എന്ത് ഭംഗിയാണ്. പേടോ ജൈസെ ലഗ്തേ ജൈസെ ചൽത്തെ ഘോഡെ, ആകാശത്തുള്ള മേഘങ്ങളെ കാണുമ്പോ നമുക്ക് എല്ലാവർക്കും പല പല ഷേപ്പുകളായിട്ട് തോന്നാറുണ്ടല്ലേ? എങ്ങനെയൊക്കെയാണ്? പേടോൻ ജൈസെ, മരങ്ങളെ പോലെ. ബേഡോൻ ജൈസെ, ബേഡ് എന്ന് പറഞ്ഞാൽ ഷീപ്പാണ്. അപ്പൊ കുറെ ഷീപ്പുകൾ നിരന്നിരിക്കുന്നത് പോലെ. ലഗ്തേ ജൈസെ ചൽത്തെ ഘോഡെ, ഘോഡ, ഘോഡ എന്ന് പറഞ്ഞാൽ ഹോഴ്സ് ആണല്ലേ? അപ്പോ മരങ്ങളെ പോലെയും ഷീപ്പുകളെ പോലെയും ഹോഴ്സിനെ പോലെയും ഒക്കെ തോന്നും. അത് കൂടാതെ ബൻജാത്തെ ഹാത്തി കെ ജോഡേ, ഹാത്തി എന്ന് പറഞ്ഞാൽ ആന, ആനയുടെ ജോഡി, രണ്ട് ആനകളെ പോലെയും തോന്നും. ആനകളെ പോലെയും മരങ്ങളെ പോലെയും ഹോഴ്സിനെ പോലെയും ഒക്കെ തോന്നും. നന്നെ ജൽഗൻ ഗയേ ബാപ്പ് ബൻ, ഉസി ബാപ്പ് നെ ടങ്കൻ പായി, ബാദൽ ബർസേ ബർസ ആയി. എങ്ങനെയാണ് ഇൻ റിയാലിറ്റി ഈ മേഘങ്ങൾ ആകാശത്തുണ്ടാവുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ഭൂമിയിലുള്ള നന്നെ ജൽകൺ, ചെറിയ വെള്ളത്തുള്ളികൾ, ഗയേ ബാപ് ബൻ, ബാഷ്പമായിട്ട് മാറും. ബാഷ്പം എന്ന് പറഞ്ഞാൽ നീരാവി അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ആയിട്ട് മാറും. എന്നിട്ടോ അത് മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് ടങ്കൻ പായി, അത് തണുത്തതിന് ശേഷം ബാദൽ ബർസേ, അത് ക്ലൗഡ്സ് ആയിട്ട് മാറും. അതിനുശേഷം ബർസ ആയി, മഴയായിട്ട് പെയ്യും. എങ്ങനെയാണ്? ഭൂമിയിലുള്ള വെള്ളം വാട്ടർ വേപ്പറായി ആകാശത്തേക്ക് പോവും. അവിടെ നിന്ന് അത് തണുത്തിട്ട് അത് ക്ലൗഡ്സ് ആയി മാറും. അതിനുശേഷം അത് മഴയായി പെയ്യും. കർത്തെ ഗഡ്ഗഡ് ആത്തെ ചട്ചഡ്, ഗഡ്ഗഡ് ചട്ചഡ് എന്ന ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് ബിജ്ലി ബാദൽ കോ ചംകായേ. ബിജ്ലി എന്ന് പറഞ്ഞാൽ
ലൈറ്റ്നിങ്, മഴ പെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ലൈറ്റ്നിങ്ങും തണ്ടറും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ ബിജ്ലി ബാദൽ കോ ചംകായേ, ക്ലൗഡ്സിന് നല്ല ലൈറ്റ് കൊടുക്കും ബിജ്ലി. അന്ധിയാരെ മേ രാഹ് ദിഖായേ, അന്ധിയാരെ എന്ന് പറഞ്ഞ ഇരുട്ട്, ഇരുട്ടത്ത് വഴി കാണിച്ചു കൊടുക്കും, ഇരുട്ടത്ത് ബിജ്ലി വഴി കാണിച്ചു കൊടുക്കും. മോർ മഗൻ മൻ ചും ചനൻ ജൻ ജൂം ജൂം കർ നാശ് ദിഖായേ. ഇങ്ങനെ തണ്ടറും ലൈറ്റിങ്ങും ഒക്കെ വന്ന് മഴ പെയ്യാൻ പോകുമ്പോൾ ഒരാൾക്ക് വളരെയധികം സന്തോഷമാവും. ആരാണത്? മോർ. മോർ എന്ന് പറഞ്ഞാൽ പീകോക്ക്. പീകോക്സ് എപ്പോഴും മഴ പെയ്യാൻ പോകുന്നത് കാണുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്യും അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഖുഷ് ഹോക്കർ ഗാനാ ഗായേ, സന്തോഷത്തോടെ പാട്ട് പാടി നൃത്തം ചെയ്യുന്ന മയിലുകളാണ്. ബർസേ ബാദൽ കൽ കൽ ചൽ ചൽ, അങ്ങനെ മഴ പെയ്യാണ്. തേർ ചലി കാഗസ് കി നയ്യ, കാഗസ് കി നയ്യ, പേപ്പർ ബോട്ട്സ് ആണ്. അങ്ങനെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഒഴുകി പോകുമ്പോ അടുത്ത കാര്യം എന്താണ്? പേപ്പർ ബോട്ട് ഉണ്ടാക്കണം അല്ലേ? അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞപ്പോ പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കുന്നു. അത് കൂടാതെ പൂച്ച് ഉടാക്കർ ബാഗി ഗയ്യ, ഗയ്യ എന്ന് പറഞ്ഞാൽ ഗായ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പൂച്ചു അതിന്റെ വാലൊക്കെ ഉയർത്തിക്കൊണ്ട് ഓടി പോവാണ്. ആരാ? ഗായ്. നല്ല കവിതയാണല്ലേ? എല്ലാരും ഈ കവിത നല്ല ഈണത്തിൽ ഒന്നുകൂടി വായിച്ചു നോക്കണം. നമുക്കിപ്പോ ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കേ ലിയേ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നിങ്ങളുടെ ടീച്ചേഴ്സ് സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് തരും. അത് മാത്രം പഠിക്കുക, കൺഫ്യൂഷൻ ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി. ബാരിഷ് ആനെ സെ പെഹലെ കൈസാ മൗസം ഹോത്താ ഹേ, മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പ് എങ്ങനത്തെ ക്ലൈമറ്റ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനത്തെ വെതർ ആണ് ഉണ്ടാവുക? കാലെ ബാദൽ ആത്തെ ഹേ, ഹവാ ചൽത്തി ഹേ ഓർ ഗരജ് ഹോത്തി ഹേ. കാർമേഘങ്ങൾ വരും ആകാശത്ത്, ഹവാ ചൽത്തി ഹേ വിൻഡ് ബ്ലോ ചെയ്യും, ഓർ ഗരജ് ഹോത്തി ഹേ, ഗരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവെട്ടും. ബാരിഷ് കേസെ ഹോത്തി ഹേ, എങ്ങനെയാണ് മഴ പെയ്യുന്നത്? ബാദൽ പാനി സെ ഭർ ജാത്തെ ഹേ, ക്ലൗഡ്സ് വെള്ളം കൊണ്ട് നിറഞ്ഞതിന് ശേഷം പെട്ടെന്ന് പൊട്ടി ഫട്ട് ജാത്തെ ഹേ, അത് വെള്ളമായിട്ട് താഴേക്ക് വരുന്നു. ഈ കവിതയില് കുറച്ച് ലൈൻസ്, ഒരു വാട്ടർ സൈക്കിൾ, നിങ്ങൾ വാട്ടർ സൈക്കിൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? എങ്ങനെയായിരുന്നു അത്? ഭൂമിയിലുള്ള ജൽകൺ അത് ബാഷ്പമായിട്ട് ആകാശത്തേക്ക് പോകും, അവിടെ നിന്ന് അത് തണുത്തിട്ട് ക്ലൗഡ്സ് ആയി മാറും, അതിനുശേഷം വെള്ളം നിറയുന്ന ക്ലൗഡ്സിൽ നിന്ന് മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്യും. आपको बारिश के मौसम की सबसे अच्छी बात क्या लगती है? നിങ്ങള് മഴക്കാലത്തെ പറ്റി ഓർക്കുമ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? ബാരിഷ് മേ ഭീഗ്ന, മഴയിൽ നനയാൻ ഇഷ്ടമാണല്ലേ? അത് കൂടാതെ നാവ് ചലാന, പേപ്പർ ബോട്ട് ഉണ്ടാക്കാനും മുझे अच्छा लगता है. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതണം. क्या बारिश से कभी कोई परेशानी भी होती है? മഴ പെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ്, മഴയത്ത് ഇറങ്ങി കളിക്കാൻ നല്ല രസമാണ്. പക്ഷെ മഴ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുമായിരിക്കും അല്ലെ? പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. എന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കബി കബി പാനി ഭർ ജാത്താ ഹേ, മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞിട്ട് പിന്നെ ചിലപ്പോ ഫ്ലഡ് ഒക്കെ ഉണ്ടാകും. ഓർ ബാഹർ ഖേൽന നഹീ ജാ സക്തേ, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പുറത്തു പോയി കളിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. കവിത കെ ആധാർ പർ ഉത്തർ ലിഖിയേ, കവിതയിലുള്ളതിനനുസരിച്ച് ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ കൊടുക്കുക. ബാദൽ കൈസെ ബർസാത്താ ഹേ, ബാദൽ പാനി സെ ഭർ ജാത്തെ ഹേ, ബാദൽ ആദ്യം തന്നെ വെള്ളം നിറയും, ഓർ ഫട്ട് ജാത്തെ ഹേ, അതിനുശേഷം പൊട്ടി മഴയായിട്ട് വീഴും. തബ് ബാരിഷ് ഹോത്തി ഹേ, ഇപ്പൊ കവിതയിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ ആണ് ഇങ്ങനെ. എങ്ങനെയാണ്? ആദ്യം ക്ലൗഡ്സ് വെള്ളം കൊണ്ട് നിറയും, അതിനുശേഷം അത് മഴയായിട്ട് പെയ്യും. മോർ കൈസെ നാച്തേ ഹേ, മോർ എങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്? मोर खुश होकर चम चम करते हुए नाचते हैं और गाना गाते हैं.
എങ്ങനെയാണ് കവിതയിൽ പറയുന്നത്? ഛം ഛം കർത്തെ ഹുए നാച്തെ ഹൈ. ഹവ कैसे चलती है? എങ്ങനെയാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നത്? ഹവ സർ സർ की आवाज के साथ तेजी से चलती है. ഹവ സർ സർ എന്ന ശബ്ദത്തോടു കൂടിയാണല്ലേ ബ്ലോ ചെയ്യുന്നത്. और बादलों को लाती है. ക്ലൗഡ്സിനെയും നീക്കിക്കൊണ്ടു പോകും. चित्रकारी और लेखन. जब आसमान में बादल हो, आसमान को ध्यान से देखिए. ആകാശത്ത് ക്ലൗഡ്സ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാം. ആപ്കോ കോൺ കോൺ സെ ആകാർ ദിഖായി ദേത്തി ഹേ. ക്ലൗഡ്സിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഷേപ്സ് ആണ് ഓർമ്മ വരുന്നത്? എന്തൊക്കെ ഷേപ്സ് പോലെയാണ് തോന്നുന്നത്? इन बादलों के आकारों के चित्र अपने कॉपी में बनाइए. എന്തൊക്കെ ഷേപ്സ് ആണ് വരുന്നത്? ആ ഷേപ്സ് ഒക്കെ നിങ്ങളുടെ ബുക്കിൽ വരച്ചു വെക്കുക. ആസ്മാൻ और बादलों के बारे में कुछ वाक्य भी लिखिए. അങ്ങനെ വരച്ചതിന് ശേഷം ആകാശത്തിനെ പറ്റിയും ക്ലൗഡ്സിനെ പറ്റിയും ഒക്കെ കുറച്ച് വാക്കുകളും കൂടി എഴുതുക. बादलों के आकार എന്തൊക്കെ ഷേപ്സ് ആണ് വരുന്നത്? കബി ബാദൽ ബേഡോं की तरह दिखते हैं. ചില സമയത്ത് ബേഡ് ഷീപ്സിനെ പോലെ ഉണ്ടാകും. കബി വേ ഹാത്തി യാ ഘോഡെ की तरह लगते हैं. ഹാത്തി ആനയെ പോലെയോ ഘോഡെ ഹോഴ്സിനെ പോലെയോ ഒക്കെ തോന്നും. കബി ബാദൽ പേടോ യാ പഹാഡോ की तरह नजर आते हैं. അത് മാത്രമല്ല മരങ്ങളെയും മലകളെ പോലെയും ഒക്കെ തോന്നാറുണ്ട്. ഇത് എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന ഷേപ്സിനെ പറ്റി നിങ്ങൾ എഴുതണം. അത് കൂടാതെ ആ ഷേപ്സ് വരയ്ക്കാനും ശ്രമിക്കണം. എങ്ങനെയായിരിക്കും? ഇത് കാണാൻ ഷീപ്സിനെ പോലെ ഉണ്ടല്ലേ? ഇങ്ങനെ തന്നെ ക്ലൗഡ്സ് ഒന്നും ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് ഒരു ഇമാജിനറി ഇമേജ് മാത്രമാണ്. അതുപോലെ ആന, ഹോഴ്സ്, പിന്നെ മരങ്ങളും മലകളും ഒക്കെ. അപ്പൊ നിങ്ങൾ കാണുന്ന ഇമേജ് പോലെ നിങ്ങൾ വരച്ചു നോക്കാം. ആസ്മാൻ ആസ്മാൻ മേ ബാദൽ ബഹുത് സുന്ദർ ലഗ്തേ ഹേ. ആകാശത്ത് ക്ലൗഡ്സിനെ കാണാൻ നല്ല ഭംഗിയാണല്ലേ? ബാദൽ കബി ഗർജ്തേ ഹേ തോ കബി ബർസ്തേ ഹേ. മേഘങ്ങൾ ചിലപ്പോ ഇടിയായിട്ട് വെട്ടും, തണ്ടർ ആയിട്ട് വരും, അല്ലെങ്കിൽ ബർസ്തേ ഹേ മഴയായിട്ടും പെയ്യും. ബാദലോं को देखकर मन खुश हो जाता है. മേഘങ്ങളെ നോക്കുമ്പോൾ നമുക്ക് വളരെയധികം ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ബാദൽ ഹമേ ബാരിഷ് ദേത്തെ ഹേ. ബാദൽ നമുക്ക് മഴ തരും. അങ്ങനെ ഈസി ആയിട്ടുള്ള കുറച്ച് സെന്റൻസസ് നിങ്ങൾ എഴുതണം. समाचार पत्र में मौसम की जानकारी अपने मित्रों के साथ मिलकर पढ़िए. നിങ്ങളുടെ സ്കൂൾ അസംബ്ലികളിലൊക്കെ മോസം കി സമാചാർ എന്ന് കാണാറില്ലേ? അതായത് വെദർ ന്യൂസ്. അങ്ങനെയുള്ള വെദർ ന്യൂസ് ന്യൂസ് പേപ്പറുകളിലും കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ വായിക്കാം. बादल शब्द सुनने पर आपको बिजली, मोर आदि की तरह अन्य कौन से शब्द याद आते हैं? ബാദൽ അല്ലെങ്കിൽ ക്ലൗഡ്സ് എന്ന് പറയുമ്പോ ബിജ്ലി അതായത് മിന്നൽ, ലൈറ്റ്നിങ് അല്ലെങ്കിൽ മോർ, പീകോക്ക് എന്നിങ്ങനെ ഓരോ വേർഡ്സ് ഓർമ്മ വരുന്നുണ്ടല്ലേ? ഇതുപോലെ എന്തൊക്കെ വേർഡ്സ് ആണ് ഓർമ്മ വരുന്നതെന്ന് ഈ സർക്കിൾസിൽ ഫിൽ ചെയ്യാൻ പറ്റുമോ? इन शब्दों को लिखिए और आपके शब्द बादल शब्द से कैसे जुड़ते हैं सभी को बताइए. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ബാദൽ പാനി. നല്ല പാനി, വെള്ളം നിറഞ്ഞിട്ടാണ് ബാദലിൽ നിന്ന് മഴ ഉണ്ടാകുന്നത്. ഹവ കാറ്റുകളാണ് ക്ലൗഡ്സിനെ മുന്നോട്ട് നീക്കിക്കൊണ്ടു പോകുന്നത്. ഗർജ് തണ്ടർ വരുന്നു അല്ലേ ബാദലിൽ നിന്ന്. ഛം ഛം എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? ഛം ഛം. ബാരിഷ് ബാദലിൽ നിന്ന് മഴ പെയ്യും. ഛത്രി മഴ പെയ്തു കഴിഞ്ഞാലോ എല്ലാരും കുട ചൂടും അല്ലേ? ഐസ്ക്രീം ആകാശത്ത് നല്ല വൈറ്റ് ബാദൽ കാണുന്ന സമയത്ത് ഐസ്ക്രീംസിനെ പോലെ തോന്നും അല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. മിലാൻ കീജിയെ ഓർ നയാ ശബ്ദ് ബനായേ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ്സിലുള്ള വേർഡും റൈറ്റ് സൈഡിലുള്ള ഒരു വേർഡും കൂടി കണക്ട് ചെയ്തിട്ട് ഒരു പുതിയ വാക്ക് ഉണ്ടാക്കുകയാണ്.
ഇവിടെ മോർ പങ്ക്, മോർ പങ്ക്, മോർ പങ്ക് എന്ന് പറഞ്ഞാൽ പീകോക്കിന്റെ നല്ല ഭംഗിയുള്ള പീലികളാണ്. അതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള വേർഡ്സ് ഉപയോഗിച്ച് പുതിയ വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് രാത്, രാത് റാണി. രാത് റാണി എന്ന് പറഞ്ഞാൽ ഒരു പൂവാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പൂവിനാണ് രാത് റാണി എന്ന് പറയാം. സൂരജ് മുഖി, അതും ഒരു ഫ്ലവർ ആണ്. എല്ലാവർക്കും അറിയാലേ, സൺഫ്ലവർ, സൂരജ് മുഖി. നീൽ ഗായ്, നീൽ ഗായ്, നീൽ ഗായ് എന്ന് പറഞ്ഞാൽ നീല കളറുള്ള പശുവല്ല. നീൽ ഗായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഒരു ജീവിയാണ്. ഇതാണ് നീൽ ഗായ്. ഗുലാബ് ജാമുൻ, ഇത് എല്ലാവർക്കും അറിയാം. ഗുലാബ് ജാമുൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്വീറ്റ് ആണല്ലേ. സമാചാർ പത്ര, ന്യൂസ് പേപ്പറിനാണ് സമാചാർ പത്ര എന്ന് പറയുന്നത്. സദാ ബഹാർ, സദാ ബഹാർ എന്ന് പറഞ്ഞാൽ എവർ ഗ്രീൻ എന്നാണ് അർത്ഥം. എല്ലാ കാലത്തും ഗ്രീൻ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കുന്ന കാര്യങ്ങൾക്കാണ് എവർ ഗ്രീൻ എന്ന് പറയുന്നത്. സദാ ബഹാർ. കവിത മേ ദേക്കർ സഹി ശബ്ദ ചുൻകർ ലിഖിയേ. ഇവിടെ കവിതയിലുള്ള ഓരോ ലൈൻസും കൊടുത്തിട്ടുണ്ട്. അതിൽ വിട്ടുപോയിട്ടുള്ള വേർഡ്സ് നിങ്ങൾ ഫിൽ ചെയ്യണം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. ഹവാ പകഡ്കർ ലാത്തി സർ സർ, നന്നെ ജൽഗൺ ഗയേ ബാബൻ, മോർ മഗൻമൻ ചും ചനഞ്ചൻ, ബർസേ ബാദൽ കൽ കൽ ചൽ ചൽ, തേർ ചലി കാഗജ് की नैया, പൂഞ്ച് ഉടാക്കർ ബാഗി ഗയ്യ. ഇത് കവിതയിൽ നോക്കി ഈ വേർഡ്സ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എഴുതിയിട്ട് അതിനുശേഷം മാത്രം ചെക്ക് ചെയ്യാം. ഇൻ ശബ്ദോं को पढ़िए, नामों को अलग अलग लिखिए. ഇവിടെ കുറെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ചിലത് ചില കുട്ടികളുടെ പേരാണ്, ചിലത് ചില വസ്തുക്കളുടെ പേരാണ്. ഇത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ടില്ലു, ടില്ലു ഒരാളുടെ പേരാണല്ലേ. ശക്കർ, ശക്കർ എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ്. മുന്ന ഒരു ബോയിന്റെ പേരാണ്. ഖന്ന, ഖന്ന എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ പ്ലാന്റ് ആണ്. ലഡു, ലഡു എന്ന് പറഞ്ഞാൽ ലഡു ആണ്. മഖൻ എന്ന് പറഞ്ഞാൽ വെണ്ണയാണ്. മുന്നി ഒരു ഗേളിന്റെ പേരാണ്. രഘു, രഘു എന്ന് പറഞ്ഞ ഒരു പേരാണ്. ഹൽദി ടേമറിക് അല്ലെങ്കിൽ മഞ്ഞളാണ്. മുന്നു ഒരു ബോയിന്റെ പേരാണ്. ബുട്ട, ബുട്ട എന്ന് പറഞ്ഞാൽ കോൺ ആണ്. ബസ്ത എന്ന് പറഞ്ഞ ബാഗ് ആണ്. പപ്പു ഒരാളുടെ പേരാണ്. അപ്പൊ എങ്ങനെ മാറ്റി എഴുതാം? ടില്ലു, മുന്ന, മുന്നു, രഘു, മുന്നി, പപ്പു. ഇതിൽ ഏതെങ്കിലുമൊക്കെ പേരുകൾ ഇവിടേക്ക് എഴുതുമ്പോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്ത് എഴുതണം. ഇനി വസ്തുവൊക്കെ നാം ഗന്ന, ഹൽദി, ബുട്ട, ലഡു, മക്കൻ, ബസ്ത ഇതൊക്കെ വസ്തുക്കളുടെ പേരുകളാണ്. नीचे दिए गए चित्रों का मिलान सही शब्द से कीजिए. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളും അപ്പുറത്ത് കൊടുത്തിരിക്കുന്ന വാക്കുകളും ജോയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണിത്? ക്ലൗഡ്സ് ആണല്ലേ. മേഘ്, ഇത് ജൽ, ഇത് പൃഥ്വി ഭൂമി, ഇത് വൃക്ഷ് മരം. चित्र देखिए और दिए गए शब्दों से रिक्त स्थानों को भरिए. ഈ തന്നിരിക്കുന്ന ഓരോ വരിയിലും ഈ വേർഡ്സ് കൊണ്ട് ഫിൽ ചെയ്യണം. എങ്ങനെയാ ഫിൽ ചെയ്യാ? സൂരജ് കെ പ്രകാശ് സേ, സൺലൈറ്റ് കൊണ്ട് ഡാഷ് ബഡ്തി ഹേ. സൺലൈറ്റ് കൊണ്ട് എന്താണ് കൂടി വരിക? ഗർമി, ചൂട് കൂടി കൂടി വരും. ചൂട് കൂടുമ്പോഴോ ഗർമി പാനിക്കോ, ചൂട് വെള്ളത്തിനെ ബാപ് ബനാത്തി ഹേ, വാട്ടർ വേപ്പർ ആക്കി മാറ്റും. ബാപ് ഊപ്പർ ജാക്കർ, വാട്ടർ വേപ്പർ മുകളിൽ ചെന്നിട്ട് ബാദൽ ബനാത്തി ഹേ, ക്ലൗഡ്സ് ആയിട്ട് മാറും. ബാദൽ നന്നി നന്നി, ബാദൽ ചെറിയ ചെറിയ ബൂണ്ടേ ബർസാത്തെ, തുള്ളികളായിട്ട് മഴ പെയ്യും. നദി നാലോമേ, നദികളിലും കിണറിലും ഒക്കെ പാനി ബർജാത്ത, വെള്ളം നിറയും. അപ്പൊ ഇത് വാട്ടർ സൈക്കിൾ ആണല്ലേ ഇവിടെ കാണിച്ചിരിക്കുന്നത്. വാട്ടർ വേപ്പർ ആയിട്ട് മുകളിലേക്ക് പോകും, അത് ക്ലൗഡ്സ് ആയിട്ട് മാറും, പിന്നെ അത് മഴയായിട്ട് താഴേക്ക് വരും. ഇതൊരു സൈക്കിൾ പോലെ സർക്കിൾ ആയിട്ടാണ് സംഭവിക്കുന്നത്. कक्षा में अपने शिक्षक की सहायता से समाचार पत्र में बारिश, आसमान, चांद, तारे आदि से संबंधित कोई समाचार पढ़िए.
നിങ്ങൾ നേരത്തെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൽ മോസം വെതർ ന്യൂസ് വായിച്ചല്ലേ? അത് കൂടാതെ മഴയെ പറ്റിയും ആകാശത്തിനെ പറ്റിയും ചന്ദ്രനെ പറ്റിയും നക്ഷത്രങ്ങളെ പറ്റിയും ഒക്കെയുള്ള എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറിന്റെ സഹായത്തോടെ അതൊക്കെ വായിക്കുക. പഹേലി, ഇവിടെ കുറച്ച് പഹേലി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ ഇവിടെ ചിത്രമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. കാലി ബുരി നീലി ഹേ, ലാൽ ഗുലാബി പീലി ഹേ. പല നിറങ്ങളിലാണ്. എന്തൊക്കെയാണ്? ബ്ലാക്ക്, ബ്ലൂ, ഗുലാബി, പിന്നെ യെല്ലോ, അങ്ങനെ പല പല നിറങ്ങളാണ്. ബർക്കാ സേ യേ ബചാത്തി ഹേ, ധൂപ് നഹി ആപാത്തി ഹേ. നമ്മുടെ വെയിലിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു. രതി ഹേ സിർ കെ ഊപ്പർ, തലയുടെ മുകളിൽ ആയിരിക്കും ഇതുണ്ടാവുക. ഫേലി രതി തൻ പർ, നമ്മുടെ ശരീരം മുഴുവൻ സ്പ്രെഡ് ആയിട്ട് നിൽക്കും. സുന്ദർ സി ഹേ, ജാനോ തും അപ്നെ സിർ പർ താനേ തും. നമ്മുടെ തലയുടെ മുകളിൽ നിന്ന് നമ്മുടെ ബോഡിനെയൊക്കെ രക്ഷിക്കുന്നത് ആരാണ്? വെയിലിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ അത് അംബ്രല്ലയാണ്. നെക്സ്റ്റ് പഹേലി. ഊപ്പർ ദേക്കോ ഉടാ ജാ രഹാ, ആകാശത്തേക്ക് നോക്കൂ, എന്തോ പൊങ്ങി പറക്കുന്നുണ്ട്. മുടാ ജാ രഹാ അബ്യേ, അത് വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ലേക്കിൻ വാപ്പസ് ഭി ആയേഗാ, വളഞ്ഞു തിരിഞ്ഞൊക്കെ പോയാലും അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. മഗർ ന ജാനെ കബ് യേ, പക്ഷെ അത് എപ്പോഴാ തിരിച്ചു വരാന്നൊന്നും അറിയില്ല. ആസ്മാൻ മേ ഉഡ് ജാത്താ ഹേ, ആകാശത്തിലേക്ക് പൊങ്ങി പറന്നു പോകുന്ന. ഡേനെ കിത്നി ഭാരി, അതിന്റെ വിങ്സ് എത്ര വെയിറ്റ് ഉള്ളതാണ്. ക്യാ ചിടിയാ ഹേ, ഇതൊരു ബേർഡ് ആണോ? അരെ നെഹി, യേ കാഫി ബഡി സവാരി. ചെറിയ ബേർഡ് ഒന്നുമല്ല, ഇത് വലിയ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. എന്താ അത്? എയ്റോപ്ലെയിൻ. നീച്ചെ ദിയേ ഗയേ ചിത്രോ മേ രംഗ് ഭരിയേ, നിങ്ങളുടെ ബുക്കിൽ ഈ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിൽ നല്ല ഭംഗിയായിട്ട് കളർ കൊടുക്കുക. और चित्र के आधार पर 5 से 6 വാക്യ ലിഖിയേ. എക്സാംസിന് ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് തരിക. എന്നിട്ടോ നിങ്ങൾ ആ ചിത്രം നോക്കിയിട്ട് അതിനെ പറ്റി 5 വാക്യങ്ങൾ എഴുതണം. എങ്ങനെ നമുക്കത് കളർ ചെയ്യാം? ഇവിടെ ഒരു കുട്ടി കളർ ചെയ്ത പോലെ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ വേറെ കളേഴ്സും കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെ വാക്യങ്ങൾ എഴുതാൻ പറ്റും? एक परिवार है जिसमें माँ, पप्पा, बेटा और बेटी है. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ഒരു ഫാമിലി ഉണ്ട് അല്ലെ? ഫാമിലിയിൽ ആരൊക്കെയാ ഉള്ളത്? ജിസ്മേ മാ, അമ്മയുണ്ട്, പാപ്പ, അച്ഛനുണ്ട്, ബേട്ട, മകനുണ്ട്, ഓർ ബേട്ടി ഹേ, മകളുമുണ്ട്. വേ രാത് മേ ബാഹർ ബൈഠേ ഹേ, അവര് രാത്രി പുറത്തിരിക്കുകയാണ്. എങ്ങനെയാ അത് രാത്രിയാണെന്ന് മനസ്സിലായത്? ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടല്ലേ? പാപ്പ ഉനെ ആസ്മാൻ മേ താരേ ദിഖാ രഹേ ഹേ, അച്ഛൻ അവർക്ക് കൈ ചൂണ്ടി എന്താ കാണിച്ചു കൊടുക്കുന്നത്? താരേ, നക്ഷത്രങ്ങൾ കാട്ടിക്കൊടുക്കുകയാണ്. ആസ്മാൻ മേ സുന്ദർ താരേ ചമക് രഹേ ഹേ, ആകാശത്ത് നല്ല ഭംഗിയുള്ള സ്റ്റാർസ് അങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചാരോ തരഫ് ജുഗ്നു ഉഡ് രഹേ ഹേ, ജുഗ്നു എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ലൈറ്റ് വേംസ് ഇങ്ങനെ ഉള്ള മിന്നാമിനുങ്ങൾക്കാണ് ജുഗ്നു എന്ന് പറയുന്നത്. ഇതല്ലാതെ വേറെ എന്തൊക്കെയുണ്ട് ഈ ചിത്രത്തിൽ? നിങ്ങൾ കാണുന്ന എല്ലാ കാര്യവും സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് എഴുതാം. ഫിർ ഫുർ, നല്ല രസമുള്ള ഒരു സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കിയാലോ? കഹാനി സുനാനെ വാല കഹാനിയാം സുനാ സുനാകർ thak gaya. ഒരാള് കുറേ കുട്ടികൾക്കും ആളുകൾക്കും വേണ്ടി കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കഥ പറയുന്ന ആളാണ് കഹാനി സുനാനെ വാല, കഥ പറയുന്ന ആൾ. കഹാനിയാം സുനാ സുനാകർ thak gaya, കഥകൾ പറഞ്ഞു പറഞ്ഞ് ക്ഷീണിച്ചു. പർ സുന്നേ വാലെ നഹി thake, കഥ പറയുന്ന ആള് ക്ഷീണിച്ചു, പക്ഷെ കേൾക്കുന്ന ആൾക്ക് ഒരു ക്ഷീണവും ഇല്ല. ഉസേ ഖേക്കർ बैठे बच्चों और बूढ़े ने उससे और कहानी सुनने का आग्रह किया. അത് കേട്ടോണ്ടിരുന്ന കുട്ടികളും പ്രായമായവരും കഥ പറയുന്ന ആളോട് ഇനിയും കഥ പറയൂ, ഇനിയും കഥ പറയൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. तो उसने कहानी सुनाना शुरू किया, वह बोला. ക്ഷീണിച്ചെങ്കിലും എല്ലാരും പറഞ്ഞതുകൊണ്ട് അയാള് കഥ പറയാൻ തുടങ്ങി. एक पेड़ पर बहुत सी चिड़िया रहती थी,
ഒരു മരത്തിന്റെ മുകളില് നിറയെ പക്ഷികൾ ഉണ്ടായിരുന്നു. ഇത്നാ कहकर वह रुक गया. ഇത്രയും പറഞ്ഞ് അദ്ദേഹം ഒന്ന് നിർത്തി. ആദ്യത്തെ ലോഗോനെ പൂച്ച ഫിർ, അത് കേട്ടോണ്ടിരുന്ന ആൾക്കാർ ചോദിക്കുക, എന്നിട്ട് കഹാനി സുനാനെ വാലെ ने कहा, കഥ പറയുന്ന ആള് പറയാ, एक चिड़िया पेड़ से उड़ी फुर. ഫിർ, കഥ പറയുന്ന ആൾ എന്താ പറഞ്ഞത്? ഒരു പക്ഷി മരത്തിൽ നിന്നും പറന്നുപോയി. എങ്ങനെയാണ്? ഫുർ. അപ്പൊ മറ്റുള്ളവര്, എന്നിട്ട് ഫിർ ഏക് ചിടിയ പേട് സേ ഉടി ഫുർ. അപ്പൊ അയാള് പറയാ, ഒരു പക്ഷിയും കൂടി ആകാശത്തിലേക്ക് പറന്നുപോയി. എങ്ങനെയാ? ഫുർ. അപ്പൊ എല്ലാരും, എന്നിട്ട് ഒരു പക്ഷിയും കൂടി പറന്നുപോയി, എന്നിട്ട് ഒരു പക്ഷിയും കൂടി പറന്നുപോയി, എന്നിട്ട് ഫുർ. ബഹുത് ദേർ യേ ചൽത്താ രഹാ. ആളുകൾ ചോദിക്കും, കഥ പറയുന്ന ആൾ ഇങ്ങനെ തന്നെ പറയും, ഫിർ ഫുർ, ഫിർ ഫുർ, ഫിർ ഫുർ സേ ലോഗ് थक गए. ഇത് കേട്ട് കേട്ട് ചുറ്റും ഇരിക്കുന്ന ആൾക്കാർക്ക് മതിയായി, അവർ ക്ഷീണിച്ചു പോയി. അന്ത് ഏക് ബച്ചേനെ പൂച്ച. അത് കഴിഞ്ഞപ്പോ ഒരു കുട്ടി ചോദിച്ചു, യേ കബ് തക് ചലേഗാ. ഇത് എത്ര നേരം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കുക? കഹാനി സുനാനെ വാലേനെ കഹാ. അപ്പോ കഥ പറയുന്ന ആള് പറയുന്നു, ജബ് തക് സാരി ചിടിയ ഉഡ് നഹി ജാതി. ആ ഒരു മരത്തിലുള്ള എല്ലാ പക്ഷികളും പറന്നു പോകുന്നവരെ ഇതിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താ കാര്യം? കഥ പറയുന്ന ആൾക്ക് എങ്ങനെയെങ്കിലും കഥ പറയുന്നത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ മറ്റുള്ളവർ ഇത് കേട്ട് കേട്ട് മടുത്ത് അവര് തന്നെ അവസാനം എണീച്ചു പോകും. അപ്പൊ സ്റ്റോറി ടെല്ലറിന് ഇത് നിർത്തി പോവാൻ പറ്റും. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു ഐഡിയ പ്രയോഗിച്ചത്. നല്ല ഫണ്ണി സ്റ്റോറി ആണല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. എല്ലാരും ഹിന്ദി ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായി പഠിക്കണം കേട്ടോ. എക്സാംസിനൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്ത് എല്ലാരും നല്ല മാർക്കൊക്കെ വാങ്ങിക്കാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ബൈ.